പിണറായിയെ അന്തംകമ്മികൾ ആക്രമിച്ചു. മൂന്നാം സർക്കാർ സ്വപ്നങ്ങളിൽ മാത്രം. സൈബർ ഇടത്തിൽ ആളെ കൊല്ലാൻ അന്തംകമ്മികളെ പോലെ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നത് ഒരു പരമസത്യമാണ്. അങ്ങനെ പലരും ഈ അന്തംകമ്മികളുടെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ ചത്ത് ജീവിക്കുന്നുണ്ട് എന്നും, എന്നാൽ അവസാനം കൊത്തി മുറത്തിൽ കയറി കൊത്തുകയാണ് അന്തംകമ്മി കൂട്ടങ്ങൾ. ഈ വെട്ടുക്കിളികളെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ പിണറായിക്കും രക്ഷയില്ല എന്നതാണ് പരസ്യമായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം ഇതുവരെയും ചിലപ്പോൾ ഈ വെട്ടിക്കിളി കൂട്ടങ്ങൾ, സൈബർ കൂട്ടങ്ങൾ പിണറായിക്കെതിരെ തിരിഞ്ഞിട്ടില്ലായിരുന്നു. പിണറായിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കില്ലായിരുന്നു. പിണറായിക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടില്ലായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു? പിണറായി എന്ന് പറയപ്പെടുന്ന വ്യക്തി മറ്റൊരാളുടെ മുമ്പിലും മുട്ടുമടക്കില്ല എന്നും മറ്റൊരാളുടെ മുമ്പിലും മാപ്പ് പറയില്ല എന്നുമുള്ള വളരെ ശക്തമായിട്ടുള്ള വിശ്വാസമായിരുന്നു ഈ അന്തംകമ്മി കൂട്ടങ്ങളെ നയിച്ചിരുന്നത്, ഈ വെട്ടിക്കിളികൾക്ക് പ്രേരണയായിരുന്നത്. പക്ഷെ മമ്മൂട്ടി വിഷയത്തിൽ പരസ്യ മാപ്പ് പ്രഖ്യാപനം നടത്തിയതാണ് ഈ വെട്ടിക്കിളി കൂട്ടങ്ങളെ പിണറായിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സൈബർ ഇടത്തിൽ പോലും പിണറായിയെ വേട്ടയാടാൻ കഴിയുന്ന തരത്തിലേക്ക് അന്തംകമ്മി കൂട്ടങ്ങൾ വളർന്നിരിക്കുന്നു. ഇവനൊക്കെ സഖാക്കളാണോ? ഈ പറഞ്ഞവനൊക്കെ സഖാക്കളാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ല എന്നുള്ള ഉത്തരമായിരിക്കും ചിലപ്പോൾ നമുക്ക് ലഭിക്കുക. എങ്കിൽ കൂടിയും പറയേണ്ടിയിരിക്കുന്നത് പിണറായിയെ ആക്രമിക്കുന്നത് ഈ അന്തംകമ്മി കൂട്ടങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. പിണറായിയെ വളഞ്ഞിട്ട് ആക്രമിച്ചതും ഈ സൈബർ പോരാളികൾ എന്ന് പറയപ്പെടുന്ന വെട്ടിക്കിളികളാണ്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഇടതിന്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് മൂന്നാമതും ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് പറയേണ്ടി വരുന്നത് മൂന്നാം സർക്കാർ സ്വപ്നങ്ങളിൽ മാത്രമായിട്ട് മാറുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അൻവർ മുതൽ സുധാകരൻ വരെ വഴി പിരിഞ്ഞു പോയത് 5 മുൻ MLA-മാരാണ്. CPM-ന് സത്യം പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള വെല്ലുവിളിയാണ്. 4 മുൻ MLA-മാർ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുന്നു. അതും തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് സൃഷ്ടിക്കുന്ന അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു ആ മുൻ MLA-മാർ അടക്കമുള്ള സഖാക്കന്മാർ എന്ന് പറയപ്പെടുന്നത്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും ദേവികുളത്തെ എസ് രാജേന്ദ്രനും പാലക്കാട് PK ശശിയും ആലപ്പുഴയിൽ G സുധാകരനുമാണ് CPM-ആയിട്ട് കലഹിച്ച് വഴി പിരിഞ്ഞത്. ഇപ്പോൾ ഇത് ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഭീഷണി എന്ന് പറയപ്പെടുന്ന ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 4 മുൻ MLA-മാരിൽ 3 പേരുടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ഐഷ പൊറ്റിയുടെ നിയോഗം. ദേവികുളത്തെ എസ് രാജേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. G സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായിട്ട് ജനവിധി തേടുമെന്നുള്ള ചർച്ചകൾ ഉണ്ട് എങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളത്. PK ശശിയും സ്ഥാനാർത്ഥി സാധ്യതകൾ തേടുകയാണ്. CPM സ്വതന്ത്രനായിരുന്ന PV അൻവർ നേരത്തെ തന്നെ പാർട്ടി വിട്ട് ബേപ്പൂരിൽ ജനവിധി തേടുകയാണ്. വിഭാഗീയതയ്ക്ക് വിരാമമിട്ട അതിനുശേഷം ഏറ്റവും ഉയർന്ന ഒറ്റപ്പെട്ട വിമത നീക്കങ്ങളെ സംഘടനാശേഷിയിൽ അപ്രസക്തമാക്കിയ അനുഭവങ്ങളാണ് കഴിഞ്ഞ 13 വർഷത്തെങ്കിലും കയ്യിലൊതുങ്ങാത്ത വിധം കരുത്താർജിക്കുന്നതാണ് സമീപകാലത്തെ വിയോജിപ്പുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഒറ്റപ്പെട്ട വിമത നീക്കങ്ങളെ സംഘടനാശേഷിയിലൂടെ എങ്ങനെയാണ് അപ്രസക്തമാക്കിയത് എന്നുള്ളത് ചരിത്രമാണ്. സമീപകാലത്തെ വിയോജിപ്പുകളുടെയും കൂറുമാറ്റങ്ങളുടെയും പൊതു സ്വഭാവം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിഭാഗീയത ഉന്മൂലനം ചെയ്ത പാർട്ടി സെക്രട്ടറി എന്ന വിശേഷണമുള്ള പിണറായി വിജയൻ പാർട്ടിയിലും സർക്കാരിലും ഒരുപോലെ കരുത്തനായി തുടരുമ്പോഴാണ് പാർട്ടിക്കുള്ളിലെ അസാധാരണമായിട്ടുള്ള ഈ പടനീക്കം എന്ന് പറയപ്പെടുന്നത്. എന്തു പറ്റി പിണറായി വിജയന്? പിണറായി വിജയന്റെ ആജ്ഞാശക്തിക്ക് എന്തു സംഭവിച്ചു? എളമരം കരീം അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചാണ് G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയ എളമരം കരീമിൻ്റെത് കള്ള റിപ്പോർട്ടാണ് എന്നാണ് സുധാകരന്റെ വിമർശനം എന്ന് പറയപ്പെടുന്നത്. CPM-ന്റെ അംഗത്വം പുതുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു വിമർശനം രൂക്ഷമായി എളമരം കരീമിനെതിരെ പ്രഖ്യാപിച്ചത്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ 22 ആരോപണങ്ങളുള്ള റിപ്പോർട്ടാണ് അന്ന് തയ്യാറാക്കിയതെന്നും അത് മുഴുവനും കള്ളവും നുണയുമായിരുന്നുവെന്ന് പറഞ്ഞു വെക്കുകയാണ് സുധാകരൻ. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം കുറഞ്ഞതിന് തനിക്കെതിരെ എളമരം കരീം അന്വേഷണം നടത്തി. 25 പേജിൽ താൻ കാര്യം വിശദീകരിച്ചു. അവർ വായിച്ചു നോക്കിയില്ല. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെ ആരും തന്നെ പിന്തുണച്ചില്ല. മറ്റുള്ളവർ നിശബ്ദരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ കൂടിയും അവർ നിശബ്ദരായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് കരീം റിപ്പോർട്ട് എഴുതിയത് എന്നാണ് സുധാകരന്റെ ചോദ്യം.
ആ സുധാകരന്റെ ചോദ്യത്തിന് മറുപടി പറയുവാനുള്ള ബാധ്യത എളമരം കരീമിനുണ്ട്, അല്ലെങ്കിൽ ഈ പാർട്ടിക്കുണ്ട് എന്നുള്ള സ്ഥലത്താണ് സുധാകരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യചിഹ്നമാകുന്നത് എന്നുള്ളതാണ്. പി കെ ശശിയൊക്കെ നമുക്ക് മാറ്റി നിർത്താം, വിജയിക്കുമെന്നോ സ്ഥാനാർത്ഥിയാകുമോ എന്ന് തന്നെ ചിലപ്പോൾ സാധ്യതകളില്ലാത്ത ഒരാളാണ്. നിന്നാൽ പോലും ചിലപ്പോൾ വിജയിക്കില്ല എന്ന് തോന്നുന്ന ഒരാളാണ്. മറ്റൊന്നെന്ന് പറയപ്പെടുന്നത് ദേവികുളത്തുള്ള എസ് രാജേന്ദ്രനാണ്. പലവട്ടം CPM-ന്റെ പേരിൽ MLA ആക്കപ്പെട്ടയാൾ. അദ്ദേഹത്തിന് അതിന് അർഹതയുണ്ടോ എന്ന് അയാൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ട് പോലും അയാളെ പാർട്ടി പലവട്ടം MLA ആക്കി. ഇപ്പോൾ അയാൾ NDAയുടെ സ്ഥാനാർത്ഥിയാകുമ്പോഴും ദേവികുളത്ത് എസ് രാജേന്ദ്രൻ വിജയിക്കില്ല എന്നുള്ളത് ഇന്ന് തന്നെ പറയാം. രാവിലെ 8 മണിക്ക് പരാജയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എസ് രാജേന്ദ്രൻ. അതുകൊണ്ട് രാജേന്ദ്രന്റെ പോക്കും ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതുപോലെയല്ല ആയിഷ പോറ്റിയുടെ നിയോഗം. UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കുമ്പോൾ അതൊരു നിയോഗമായി കണ്ട ആയിഷ പോറ്റി എത്തുമ്പോഴും പക്ഷേ മത്സര രംഗത്ത് ഇന്നത്തെ ധനമന്ത്രി ബാലഗോപാലാണ്. ബാലഗോപാലിനെ തോൽപ്പിക്കുക എന്നുള്ളത് ആയിഷ പോറ്റിയുടെ നിയോഗമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ, UDF ഒന്ന് പിടിമുറുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാലഗോപാലിന് തോറ്റുകൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആയിഷ പോറ്റിയെ ഈ പാർട്ടി കളഞ്ഞത് തെറ്റായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും. മറ്റൊന്ന് PV അൻവറാണ്. PV അൻവറും ഈ പാർട്ടിക്ക് ഗുണങ്ങളൊന്നും നേടിത്തന്നിട്ടുള്ള ആളല്ല. PV അൻവറും മടങ്ങിപ്പോകാം, സ്വതന്ത്രനായി എവിടെ വേണമെന്ന് മത്സരിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ചു കാലം UDF ചുമക്കട്ടെ. അതാണ് PV അൻവറിനും UDF-ന്റെയും വിധി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ആയിഷ പോറ്റിയുടെയും G സുധാകരന്റെയും പാർട്ടിയിൽ നിന്നുള്ള മടങ്ങിപ്പോക്കാണ്. അത് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് സുധാകരനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ G സുധാകരന് ലഭിക്കാത്ത പലതും ഇതേ പാർട്ടിയിലെ മറ്റു പലർക്കും ലഭിക്കുന്നുണ്ട്. പിണറായി വിജയൻ അടക്കം 2021 തെരഞ്ഞെടുപ്പിൽ എന്തേ G സുധാകരന് മാത്രം പ്രായത്തിന്റെ ഇളവ് അനുവദിച്ചില്ല എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യം തന്നെയല്ലേ. പാർട്ടിക്ക് അങ്ങനെ ഇരട്ടത്താപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയപ്പെടേണ്ടി വരുന്നത് അവിടെയല്ലേ. ഇങ്ങനെ G സുധാകരനെ പോലുള്ളവരെ മാറ്റി നിർത്തി, ആയിഷ പോറ്റി പോലുള്ളവരെ മാറ്റി നിർത്തി 5ഓളം വരുന്ന MLA-മാർ മാറിപ്പോയ ഒരു സംവിധാനമാണ് CPM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടതുമുന്നണി എന്ന് പറയുന്നത്. CPM-നെ ചിലപ്പോൾ കുഴയ്ക്കുന്നതും ആ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം. അവസാനം ഇരട്ടച്ചങ്കനെന്ന് ആവോളം പറഞ്ഞ അന്തം കമ്മികളും വെട്ടിക്കിളി കൂട്ടങ്ങളും തന്നെ പിണറായിയുടെ ഒരു മാപ്പിൽ പിണറായിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നുള്ളതാണ്. അതേ അന്തം കമ്മികൾ, അതേ വെട്ടിക്കിളി കൂട്ടങ്ങൾ 3ാം സർക്കാർ സ്വപ്നങ്ങളിൽ മാത്രമെന്ന് വരുത്തുന്ന തരത്തിലേക്ക് ഈ വെട്ടിക്കിളിക്കൂട്ടങ്ങളും ഈ അന്തം കമ്മികളും കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ പാർട്ടിയെയും ഈ സർക്കാരിനെയും പിണറായി വിജയനെയും എന്ന് പറയേണ്ടി.